വിദ്യാർത്ഥിനി SFI നേതാവ് തല്ലിയെന്ന കേസിൽ നടപടി ആവശ്യപ്പെട്ട് കടമനിട്ട ലോ കോളേജിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രതി ജെയ്സൺ ജോസഫിനെ സസ്പെൻഡ് ചെയ്യാത്തതിലാണ് പ്രതിഷേധം. അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, ഈ പ്രതിഷേധവും പ്രതിഷേധത്തിനിടയാക്കിയ സംഭവമൊക്കെ എന്താണ്? CPM പത്തനംതിട്ട പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ SFI നേതാവ് ജെയ്സൺ ജോസഫ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്നുള്ള പരാതിയിൽ ആറന്മുള പോലീസ് കേസെടുത്തിട്ട് 1.5 മാസത്തിനടുത്ത് സമയം ആയിരിക്കുന്നു. പക്ഷേ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ പോയ ഘട്ടത്തിൽ അത് തള്ളുകയാണ് ഉണ്ടായത്. അത്തരം നടപടികൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും SFI നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ ലോ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യത്തിനും അംഗീകാരം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അക്കാദമിക് കോർഡിനേറ്ററെ അദ്ദേഹത്തിന്റെ മുറിയിൽ തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതിനിടെ പലതവണ പോലീസുമായി വാക്കേറ്റമുണ്ടായി. ഒടുവിൽ പോലീസുമായി തർക്കം അതിന്റെ പാരമ്യത്തിലെത്തിയ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അക്രമാസക്തരാവുകയും ഓഫീസ് മുറിയിലെ ചില ഫർണിച്ചറുകൾ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷ അവസ്ഥയ്ക്ക് നേരിയ തോതിലുള്ള കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ജെയ്സണിനെതിരെ ശക്തമായ നടപടി കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. SFI നേതാവിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.